കൊല്ലം തെന്മല അഭയകേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് ക്രൂരമായ പീഡനം നേരിട്ടെന്ന പരാതിയിൽ ഇടപെട്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ വയോജന കേന്ദ്രത്തിലെ അന്തേവാസികളെ ഗാന്ധി ഭവനിലേക്ക് മാറ്റി സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറയുന്നു. 24 വാർത്തയിലാണ് ഇടപെടൽ. 24 ഇമ്പാക്ട്. സൂര്യഗായത്രി കൊല്ലം ചെയ്തു. സൂര്യഗായത്രി, നമ്മൾ പുറത്തു കണ്ടുവന്ന ദയനീയതയുടെ ക്രൂരതയുടെ വാർത്തയിൽ കൂടുതൽ സാമൂഹിക ഇടപെടൽ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് മന്ത്രി പറയുന്നത്? ഈ പറഞ്ഞ അവിടെ ഉണ്ടായത് വയോധികരെല്ലാം ഗാന്ധി ഭവനിലേക്ക് മാറ്റിയോ? ഭവനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 9 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 11 ഒരാളുടെ ആരോഗ്യ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും സ്ഥാപനത്തിലേക്ക് മാറ്റുക. മറ്റുള്ള എല്ലാവരെയും ഈ ഗാന്ധി ഭവനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടിയന്തര ഇടപെടലാണ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ സമീപത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. വയോജന കമ്മീഷൻ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തി. അംഗീകാരമില്ലാതെയാണ് ഇത്രയും വർഷം ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള പ്രാഥമിക കണ്ടെത്തൽ വയോജന കമ്മീഷൻ എത്തിയിരിക്കുന്നത്. ഇരു വിഭാഗങ്ങളുടെയും, അതായത് ഈ പരാതി ഉന്നയിച്ചവരെയും കേൾക്കും, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള നടത്തിപ്പുകാരനെയും എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കും. അതിനുശേഷം വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം ഒരു നടപടി നിഷ്കർഷിക്കുമെന്നുള്ളതാണ് വയോജന കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതുകൂടാതെ പ്രതി ഇന്ന് തന്നെ തെന്മല പോലീസ് റിമാൻഡ് ചെയ്തു കഴിഞ്ഞു. ഗുരുതര ആരോപണങ്ങൾ ഈ സ്ഥാപനത്തെ തുടർന്ന് ഉയരുന്നു എന്നതുകൂടി എടുത്തു പറയണം. ഈ വയോജനങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോകുന്നവരുടെ ബന്ധുജനങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നൽകിയതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ട ഒരു തരത്തിലുള്ള സൗകര്യവും അവർക്ക് ഒരുക്കി നൽകിയിട്ടില്ല എന്നതാണ്. ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വയോജനങ്ങൾ ഇത്രയും നാൾ കഴിഞ്ഞത് എന്നതുകൂടി എടുത്തു പറയണം. എന്തായാലും ഉടനടി നടപടി ഉണ്ടായിരിക്കുന്നു. വയോജനങ്ങളെയൊക്കെ സുരക്ഷിതമായിട്ട് ഇപ്പോൾ ഗാന്ധി ഭവനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. വിശദമായിട്ടുള്ള പരിശോധനയ്ക്കും അന്വേഷണത്തിനുമാണ് തെന്മല പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഈ പറയുന്ന അഭയകേന്ദ്രത്തിൽ തള്ളി അവരുടെ പ്രിയപ്പെട്ട മനുഷ്യരെ വയോധികരെന്ന് വിളിച്ചുകൊണ്ട് അവിടെ ആക്കുമ്പോൾ വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ അവർ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനെങ്കിലും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോയി നോക്കാമായിരുന്നു. ആ മനുഷ്യർക്ക് ഒരു നാൾ അവരെല്ലാം വലുതാക്കി വളർത്തിയ മനുഷ്യർ കൂടിയായിരിക്കും ആ അഭയകേന്ദ്രത്തിൽ അവർ കൊണ്ടിട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇവരെല്ലാം ഗാന്ധി ഭവനിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നൊരു ആശ്വാസ വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.